സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്താൽ മനോഹരമായ ഒരു നല്ല പകൽ ദൈവം നമുക്ക് ദാനമായി നൽകി. ആമേൻ. ഹല്ലേലൂയ. ഇപ്രകാരം ആമേൻ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ വലിയവരായ ദൈവം ഒരുക്കിയ പകൽ ഭാഗ്യത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ പകലിൽ ഈ ദേശത്ത് നമുക്ക് കർത്താവിന്റെ നാമത്തെ ഘോഷിപ്പാൻ തക്കവണ്ണം ഇടയായിരുന്നു. ആമേൻ. സ്നേഹതീരം ഫാമിലി പാലക്കാട് ജില്ലയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ സുവിശേഷ സന്ദേശ യാത്ര ഇന്ന് കാലത്ത് കാസർഗോഡ് ജില്ലയിൽ എത്തുവാൻ ഇടയായി. കടുമേരി കർത്താവിന്റെ ആ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ. കൂട്ടായ്മയുടെ അധ്യക്ഷനായിട്ട് ഈ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സുന്ദരേശൻ അവറുകളെ അധ്യക്ഷനായിട്ട് ക്ഷണിക്കുകയാണ്. കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാം. കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകല് കർത്താവിൻ്റെ ദാസന്മാരെ ഇവിടെ കടന്നു വരാനിടയായിത്തീർന്നു. സ്നേഹതീരം ഫാമിലി നിന്നുള്ള ദൈവദാസന്മാർ ഈ കടുമേരി ദേശത്ത് കടന്നു വന്നതോർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവദാസന്മാർ കടന്നു വന്ന് രാവിലെ സമയം ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച് ഈ ദേശത്ത് പരസ്യയോഗത്തിനായിട്ട് കടന്നു പോകാനിടയായിത്തീർന്നു. ഞങ്ങളെ ഇന്ന് 3 കോളനിയിലാണ് കടന്നു പോകാനിടയായിത്തീരുന്നത്. ആദ്യം തന്നെ ഇവിടെ അടുത്തുള്ള കോട്ടക്കുന്ന് കോളനിയിൽ കടന്നു പോയെങ്കിലും അവിടെ ഞങ്ങളവരെ അവിടെ പോയി സുശേഷം വരിക്കാൻ വേണ്ടി കടന്നു പോയെങ്കിലും അവരെ ഞങ്ങളെ സ്വീകരിച്ചില്ല. അവരെ ഇവിടെ ഇങ്ങനൊരു പരസ്യം ആവശ്യമില്ല, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ നിരസിക്കാനുണ്ടായത്. ഞങ്ങളെ തുടർന്ന് വന്ന് ആ വിശ്വപൂർത്തി ഞങ്ങളെ ഭാരപ്പെട്ട് പോകുന്നെങ്കിലും ആമേൻ സ്തോത്രം. വീണ്ടും ഞങ്ങൾ അടുത്ത കോളനിയിൽ കടന്നു പോയപ്പോൾ അവർ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കാനിടയായി തീർന്നു. ഞങ്ങളെ സർക്കാരി കോളനിയിലേക്കാണ് കടന്നു പോയത്. അവിടെ ചെന്നപ്പോൾ ആമേൻ സ്തോത്രം സന്തോഷമായിട്ട് ഞങ്ങളെ സ്വീകരിച്ചു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പലരും കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ കേൾക്കുവാനും ആമേൻ സ്തോത്രം ഞങ്ങളെ സന്തോഷമായിട്ട് കേൾക്കുവാനൊക്കെ ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസന്മാർ ശക്തമായിട്ട് സുവിശേഷം പ്രസംഗിക്കാനിടയായി തീർന്നു. അതിന് അവിടുത്തെ പ്രവർത്തനത്തിന് ശേഷം ഞങ്ങളെ വീണ്ടും പാട്ടങ്ങാനം കോളനിയിലെ ആ കോളനിയിൽ പോയി. അപ്പോൾ തന്നെ പാട്ടങ്ങാനം ജംഗ്ഷനിൽ ആദ്യം ഞങ്ങളെ സുശേഷം അറിയിക്കാനിടയായി തീർന്നു. ഗാനങ്ങൾ പാടുവാനും അവിടെ പരിസരത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ഞങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. അവിടെയും ജനങ്ങൾ കൂടി വരുവാനിടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അവിടെ നടക്കുവാനിടയായി തീർന്നു. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളെ അടുത്ത കോളനിയിൽ കടന്നുപോയി. ആ കോളനി വാസികളെയും കണ്ട് ഒരു സഹോദരൻ ഞങ്ങളെ സ്നേഹത്തോട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് ആമേൻ സ്തോത്രം അതിന് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുവാനും എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ഇടയായി തീർന്നു. ഞങ്ങൾക്ക് സന്തോഷത്തോടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനിടയായി തീർന്നു. ആമേൻ സത്രത്തോളം ഞങ്ങളെ അദ്ദേഹം ആദരിക്കാനിടയായി തീർന്നു. ആ ഭവനത്തിലെ ഞങ്ങൾ ദേവാസന്മാർ സുശേഷം അറിയിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ആ ഭവനത്തിലെ വിഷയങ്ങൾ ഓർത്ത് അദ്ദേഹത്തിന് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. തുടർന്ന് ആമേൻ സ്തോത്രം ഞങ്ങളെ സ്തോത്രം ആ പാട്ടങ്ങാനം കോളനിയിൽ തന്നെ അടുത്തുള്ള ഒരു സഹോദരന്റെ ഭവനത്തിൽ പോയി ബൈക്ക് ആക്സിഡന്റിലെ താനെ കാല് അസ്ഥികളെല്ലാം ഒടിഞ്ഞ് താനെ കിടപ്പ് രോഗിയായിട്ടായിരിക്കുന്നു. ആ ഭവനത്തിൽ കടന്നുപോയി സഹോദരനോട് സുവിശേഷം അറിയിക്കുവാനും ആ സഹോദരന് പ്രാർത്ഥിക്കാനിടയാക്കി തീർന്നു. വളരെ സന്തോഷകരമായ ഒരനുഭവമാണ് ഉണ്ടായത്. ദേശങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ ദാസന്മാരെ ദൈവം കൂട്ടി വരുത്തിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് അല്പനേരം ഉള്ള ഈ കൂടിവരവിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ആലീസ് സുരേഷിനെ ക്ഷണിച്ചോളൂ.
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, കർത്താവെ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ വിവിധമായ കർത്താവെ കോളനിൽ കടന്നുപോയി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ നോക്കണം. കർത്താവെ അങ്ങനെ ദാസന്മാരെ അടികളെല്ലാം കർത്താവ് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവെ രാത്രി യാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തുവരികയാണ്. വിശ്വസിച്ച കർത്താവെ, ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ കർത്താവ് ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്തവ്യമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നോക്കണം. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ നാഥ. കർത്താവെ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങളൊക്കെയും വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ കൂട്ടമേ, നീ ഭയപ്പെടേണ്ട. ഹാലേലൂയ. കർത്താവെ, അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾ ചെറിയ കൂട്ടമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കർത്താവെ സംസാരിക്കണമേ. കർത്താവിന്റെ വചനം കേൾപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ഈശോപ്പ, അങ്ങയുടെ കർത്താവെ ശബ്ദം കേട്ട് കർത്താവെ അങ്ങയുടെ ആജ്ഞ അനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കടന്നുപോയ എല്ലാ ദേശങ്ങളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ ദൈവമേ കർത്താവെ കടന്നുപോയി പ്രാർത്ഥിച്ച ഭവനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്ത കുടുംബങ്ങളെ കർത്താവെ അനുഗ്രഹിക്കുമാറാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരുന്ന നാളുകളിൽ അവർ ദൈവത്തിന്റെ സന്നി കടന്നു വരുവാൻ കർത്താവിന്റെ മക്കൾ അവകാശമായി തീരുവാൻ തൊക്കണം വലിയവനായ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓട്ടം അധ്വാനവും ഒന്നും വ്യർത്ഥമായി തീരാതെ വണ്ണം കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി കർത്താവ് തീർക്കുമാറാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിന്നെയും കർത്താവിന്റെ സന്നി ഞങ്ങളായിരിക്കട്ടെ. കർത്താവ് ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എന്റെ കർത്താവെ കൽപ്പിക്കുന്നു. പ്രാർത്ഥനയോട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. തുടർന്ന് ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ബ്രദർ രൂഫോസിനെ ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. IPC ചർച്ച് കടുമേനി ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് തന്ന ഭാഗത്തെ ഓർത്ത് നന്ദി പറയുന്നു. നമ്മുടെ നല്ലവനായ വല്ലഭനായ കർത്താവിനെ ഇന്ന് നമ്മൾക്ക് പാടി മഹത്വപ്പെടുത്താം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മളെ കയറ്റി പല നിന്ദിക്കപ്പെടുന്ന അവസ്ഥ വന്നിട്ടും പലരെയും തല ഉരിക്കേണ്ട അവസ്ഥ വന്നിട്ടും അവിടെ തലയുയർത്തുവാൻ കർത്താവ് നമ്മളോട് കാണിച്ച കരുണ, ആ കരുണയെ ഓർത്ത് ആ കൃപകളെ ഓർത്ത് കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു നല്ലവൻ, അവൻ വല്ലവൻ. അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ നീരറ്റ് പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ നീരറ്റ് പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. Hallelujah, hallelujah, hallelujah.
എനിക്കൊരു നന്മയുമില്ല. കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടിയ പ്രിയ മകനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് സമയം വേർതിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഐസക് എം സാമുവേൽ നമ്മളോട് വചന ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസന് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഇങ്ങനൊരു അവസരം തന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന വചനശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ഏവരെ അവിടുന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണം. കർത്താവിന്റെ ദാസൻ ശക്തമായിട്ട് കരങ്ങൾ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനെ അപേക്ഷിക്കുമ്പോൾ ദൈവത്തോട് കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ കാത്തിരിപ്പ് യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ശാലേം IPC സ്ഥലത്തിൻ്റെ പേര് കടുമിയിലുള്ളതായ സുന്ദരേഷ് പാസ്റ്റർ, അതുപോലെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ഷിജു ജോസ്, നമ്മളെ സംഗീതം ആരാധനയിൽ നമ്മെ സഹായിച്ച ബ്രദർ റൂഫസ്, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളും, ഓൺലൈനിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. സ്നേഹധീരം പ്രയർ ഫാമിലിയുടെ ഈ വർഷത്തെ കേരള ഗോസ്പലൈസേഷൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, എല്ലാ ജില്ലകളിലും കടന്നു ചെന്ന് പരസ്യയോഗങ്ങളും അതുപോലെ മുറ്റത്ത് കൺവെൻഷൻ, മറ്റ് വിവിധ മാധ്യമങ്ങളിലൂടെ സുവിശേഷീകരണത്തിന് വേണ്ടി പാലക്കാട് നിന്ന് ആരംഭിച്ചു. ആലപ്പുഴയിൽ അവസാനിക്കുന്ന ഈ പ്രോഗ്രാം ഡിസംബർ 2-ാം തീയതി പാലക്കാട് നിന്ന് ആരംഭിക്കുകയുണ്ടായി. ആ യാത്ര പാലക്കാട് നിന്ന് മലപ്പുറം, പിന്നീട് വയനാട്, ശേഷം കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ പര്യടനം നടത്തി സുവിശേഷം അറിയിച്ച് ഇന്ന് രാവിലെ സമയം കാസർഗോഡുള്ളതായ കടുമേനി എന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാവിലെ പരസ്യയോഗത്തിനായിട്ട് അതെ വട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കടന്നുപോയല്ലോ. ആ കോളനിയുടെ ഊരുമൂപ്പൻ കർത്താവിനെ കുറിച്ച് സാക്ഷീകരിപ്പാൻ പാടില്ല എന്ന് വളരെ കർശനമായി നമ്മെ അവിടുന്ന് വിലക്കിയത് കൊണ്ട് നമുക്ക് അവിടെ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിഞ്ഞില്ല. വളരെ
പ്രയാസത്തോടു കൂടി നമുക്ക് അവിടെ നിന്ന് കടന്നു പോരേണ്ടതായിട്ട്, തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. തുടർന്ന് സർക്കാരി കോളനിയിൽ പരസ്യയോഗം നടത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ശേഷം പട്ടേങ്ങാനം ജംഗ്ഷനിലും പട്ടേങ്ങാനം കോളനിയിലുമായി പരസ്യയോഗം നടത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. പട്ടേങ്ങാനം കോളനിയിൽ പരസ്യയോഗം നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയത് വലിയൊരു ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അവിടെയുള്ള ഒരു സഹോദരൻ നമ്മെ വളരെ അധികം സന്തോഷത്തോട് സ്വാഗതം ചെയ്തു. അവിടെ നമ്മൾ പരസ്യയോഗം നടത്തി. അദ്ദേഹം നമ്മളെ വളരെ നന്നായി മാനിക്കുകയും അവിടെ സുവിശേഷത്തിൻ്റെ വാതിലുകൾ തുറക്കുവാനിടയായി തീർന്നു. പരസ്യയോഗത്തിന് ശേഷമായി അവിടെ നമ്മൾ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ഒരു വാത്സല്യ പിതാവ് ഒരു കാലത്ത് കർത്താവിൻ്റെ വേലയിലായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അവർ പുറകോട്ട് ആദ്യ പിന്മാറ്റത്തിലേക്ക് കടന്നുപോയി. എന്നാൽ അവരെ വേണ്ടവണ്ണം പ്രോത്സാഹിപ്പിക്കുവാനും വചനത്താൽ ധൈര്യപ്പെടുത്തുവാനും തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. അതോടൊപ്പം അതിനുശേഷം ആക്സിഡന്റിൽ കാല് വളരെയധികം ബുദ്ധിമുട്ടിൽ കാല് ഒടിഞ്ഞ് പല നുറുക്കുകളായി പോയ അനന്തൻ എന്ന് പറഞ്ഞ യുവാവിനെ കാണുവാനിടയായി. അവിടെ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അത്ഭുതകരമായ ശുശ്രൂഷകൾ ചെയ്തെടുപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. തിരിച്ച് നമ്മൾ മടങ്ങി വന്നപ്പോൾ നമ്മുടെ വാഹനം അവിടെ വെച്ച് തന്നെ മഴ ആരംഭിച്ചിരുന്നു. നമ്മുടെ വാഹനം ചെളിയിൽ പൂണ്ട് നമുക്ക് ഇങ്ങോട്ട് വാഹനത്തിൽ ഈ ചർച്ചിലേക്ക് സുന്ദരേഷ് പാസ്റ്ററുടെ ഭവനത്തിലേക്കും ഈ ചർച്ചിലേക്കും എത്തുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വളരെ കഷ്ടപ്പാടുണ്ടായി. എന്നാൽ യൗവനക്കാരായ ചിലർ കടന്നു വന്നു. അവർ നമ്മളെ സഹായിച്ചു. അങ്ങനെ ആ ചെളിക്കുണ്ടിൽ നിന്ന് വാഹനം കരകയറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ശേഷം ഇന്ന് രാത്രികാലം കാത്തിരിപ്പ് യോഗമായി നമുക്കിവിടെ ആയിരിക്കുവാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം അല്പസമയത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം നമുക്ക് വായിക്കാം. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാൽ. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫേത്ത എന്ന് പറഞ്ഞു. മതി. സ്വർഗത്തിലേക്ക് നോക്കി തുറന്നു വരിക എന്നർത്ഥമുള്ള എഫാത്ത എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. നമുക്കറിയാം, വേദപുസ്തകത്തിൽ സുവിശേഷം എന്നത് ഒന്നാണ്. സുവിശേഷം
ഒന്നാണ്. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ആകുന്നു നമ്മുടെ സുവിശേഷം. എന്നാൽ 4 സുവിശേഷങ്ങൾ, അതില്ലെങ്കിൽ ഈ സുവിശേഷം 4 പേര് എഴുതിയതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർ ഈ സുവിശേഷം എഴുതിയത് അവരുടെ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യമാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ നാം കാണുന്ന ഈ വേദപുസ്തകം ഈ രൂപത്തിലാകുന്നതിന് മുമ്പ് യേശുവിനെ കുറിച്ച് 25-ൽ പരം ആൾക്കാർ യേശുവിന്റെ ജീവചരിത്രം സുവിശേഷം എഴുതിയിരുന്നു. എന്നാൽ ഈ പുസ്തക രൂപത്തിൽ അവയെ ആക്കിയപ്പോൾ അവയിൽ നിന്ന് ഏറ്റവും ഉത്തമമായ 4 സുവിശേഷത്തെയാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് എഴുതിയ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഏറ്റവും ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ്. എന്നാൽ മത്തായി സുവിശേഷത്തിൽ യേശുവിന്റെ പാരമ്പര്യത്തെ അല്ലെങ്കിൽ യേശുവിന്റെ വംശാവലിയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടും സിനോപ്റ്റിക് ഗോസ്പൽ ആയി യോഹന്നാന്റെ സുവിശേഷം അല്ലാതെ മറ്റ് 3 സുവിശേഷവും അപ്രകാരമായിരിക്കുന്നത് കൊണ്ടും വേദപുസ്തകം ക്രമീകരിക്കപ്പെട്ടപ്പോൾ മത്തായി സുവിശേഷം ആദ്യമായി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മർക്കോസ് അപ്പോസ്തലനായ പത്രോസിന്റെ ശുശ്രൂഷയിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയാണ്. പത്രോസ് മർക്കോസിനെ തൻ്റെ മകൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. മർക്കോസിന്റെ ജീവിതത്തിൽ ഒത്തിരി സവിശേഷതകളുണ്ട്. യേശു ക്രിസ്തുവിനെ ഗെത്സമന തോട്ടത്തിൽ പടയാളികൾ വന്ന് പിടിച്ചുകൊണ്ടുപോയപ്പോൾ ശിഷ്യന്മാരെല്ലാം പതറി ഓടി. എന്നാൽ മർക്കോസ് ആരുമറിയാതെ ഒരു പുതപ്പ് തലയിലിട്ടുകൊണ്ട് യേശുവിനെ കൊണ്ടുപോയ സ്ഥലത്തേക്ക് താൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ സുവിശേഷീകരണ പ്രക്രിയയിൽ പലപ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്ന് വന്നേക്കാം. പലപ്പോഴും നമ്മൾ വിവിധ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം. പക്ഷേ മർക്കോസിനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ തള്ളിക്കളയാതെ കഷ്ടതയിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും രോഗത്തിലും ദുഃഖത്തിലുമെല്ലാം യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഞാൻ ഉത്തരേന്ത്യയിൽ ദീർഘകാലമായി കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കൽ ഞങ്ങൾ 4 പേര് കൂടി ട്രാക്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോയപ്പോൾ സുവിശേഷ വിരോധികളെ എന്നെ പിടിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 3 പേരും പ്രാണരക്ഷാർത്ഥം അവർ പല സ്ഥലത്തേക്ക് ഓടിപ്പോയി. ശാരീരിക ഉപദ്രവങ്ങൾ ഏൽക്കുവാൻ ഇടയായിത്തീർന്നു. അവര് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ട്രാക്ടറുകൾ വലിച്ചൂരിക്കളഞ്ഞു, വേദപുസ്തകം വലിച്ചൂരിക്കളഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകൾ സുവിശേഷ വേലയിലുണ്ടാവാം. എന്നാൽ ആ ഘട്ടങ്ങളിൽ നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കേണ്ടത് ആവശ്യമാണ്. മർക്കോസിന്റെ അമ്മയുടെ പേര് ശലോമ എന്നാണ്. അതേ, ആ സഹോദരി യേശുവിനെ സാമ്പത്തികമായി ശുശ്രൂഷയിൽ സഹായിച്ചിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ
മർക്കോസിന്റെ ജീവിതത്തിന്റെ കുടുംബ പശ്ചാത്തലത്തിലൊക്കെയും യേശുവുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ്. മാത്രവുമല്ല, അവർ ധനികരായ വീട്ടുകാരായിരുന്നു. യെരൂശലേമിലെ വിശ്വാസികൾ കൂടി വന്ന് ആരാധന നടത്തിയിരുന്നത് മർക്കോസിന്റെ ഭവനത്തിലായി. അതിമനോഹരമായ യെരൂശലേം ദേവാലയം അവിടെ ഉണ്ടായിരുന്നപ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന 120 പേർ, അതായത് ആദ്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് മർക്കോസിന്റെ ഭവനത്തിലായിരുന്നു. യേശുവിന്റെ അവസാന പെസഹ ആചരിച്ചതും മർക്കോസിന്റെ ഭവനത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, മർക്കോസ് ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് തന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായിരുന്നു. നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് കടന്നു വരാം. അതിന്റെ 31 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ വീണ്ടും സോറിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടെ ഗലീല കടൽപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിനെ അടുത്ത് അനേകരെ കൊണ്ടുവന്നിട്ട് പല രോഗികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് അറിയാമോ? എന്തിനാണ് കൊണ്ടുവന്നത്? അവരെ തൊടുവാൻ വേണ്ടി. നമ്മുടെ ആരാധനകളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ സ്പർശനം ഏൽക്കേണ്ടത് ആവശ്യമാണ്. ശബ്ദം കൂടുന്നുണ്ട്. നമ്മുടെ ആരാധനകളിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് നമ്മളെ ടച്ച് ചെയ്യണം. വചനം കേൾക്കുന്നവരായതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പിന്നെ എന്ത് ചെയ്യണം? വചനം കേട്ട് അത് അനുസരിക്കുന്നവരായി തീരുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നത്. യേശുവിന്റെ അടുത്ത് കുരുടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്, ശിശുക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെയൊക്കെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? യേശുവിന്റെ കരസ്പർശനം ഏൽപ്പാൻ വേണ്ടിയാണ്. നമ്മുടെ ആരാധനകളുടെ ഉദ്ദേശം അത് തന്നെയാണ്. ഒരു ആരാധനയിൽ കടന്നു ചെന്നാൽ എന്ത് ചെയ്യണം? ആരാധനയെങ്കിൽ കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണം. ദൈവവചനം നമ്മുടെ പാപത്തെ കുറിച്ച് മനസ്സിലാക്കി തരേണ്ടതാണ്. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ പറയട്ടെ, പാപത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന സഭകൾ ഇന്ന് വിരളമാണ്. കാരണം ആരും പാപത്തെക്കുറിച്ച് പറയല്ല. പാപത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വിശ്വാസികൾ കുറഞ്ഞു പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എല്ലാവരെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ട് പറയും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളതായ അനുഗ്രഹത്തിന്റെ പിന്നാലെ ഇന്ന് വിശ്വാസ ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യണം. വചനത്തിന്റെ സ്പർശനം നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഇവിടെ ഈ ചെകിടനായ ആ വ്യക്തിയെ, അല്ലെങ്കിൽ വിക്കനായ ആ വ്യക്തിയെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. യേശുവിന്റെ അടുത്ത് വന്ന വ്യക്തിയെ പുരുഷാരത്തിന്റെ അടുത്തു നിന്ന് യേശു എന്ത് ചെയ്തു? വേറിട്ട് കൊണ്ടുപോയി. പുതിയതായിട്ട് വരുന്ന ഒരു വ്യക്തിയെ ശുശ്രൂഷകന്മാർ പേഴ്സണായിട്ട് മീറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വ്യക്തിപരമായി അവനോട് ഇടപെടണം, അവരോട് സംസാരിക്കണം, അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയണം. ഒരു ഇന്റിമസി പുതിയ വ്യക്തികൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരുമായിട്ട് നമ്മൾ അവർക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്.
അതുപോലെ തന്നെ ഒരു വിശ്വാസിയായിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവുമായി പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. യേശുവുമായി ഒരു വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാവണം. ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾക്കില്ലാത്തതായ ഒരു കാര്യമാണ് എന്ത്? വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ളൊരു ബന്ധമില്ല, വ്യക്തിപരമായി വേദപുസ്തക പാരായണമില്ല, വ്യക്തിപരമായി പ്രാർത്ഥനയില്ല, വ്യക്തിപരമായി സമയം വേർതിരിക്കുന്നില്ല. പിന്നെയോ ഞായറാഴ്ചകളിലും കൂട്ടായ്മകളിലും ഒക്കെ വന്ന് തിരിച്ച് മടങ്ങിപ്പോകുന്നതിനപ്പുറം പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവവുമായിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവവുമായി, യേശുവുമായി, ദൈവവചനവുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇവിടെ യേശു അതിന് മാതൃകയായിട്ട് കാണിച്ചു തരികയാണ്. അവനെ പുരുഷാരത്തിൽ നിന്ന് എന്ത് ചെയ്തു? വേറിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോയി. മാത്രവുമല്ല, അവന്റെ ചെവിയിൽ വിരൽ ഇട്ടു. അതിനുശേഷം എന്താണ് ചെയ്തത്? തുപ്പി അവന്റെ നാവിനെ തൊട്ടു. യേശുവിന് വേണമെങ്കിൽ നീ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? സൗഖ്യമാവും. കാരണം ഈ അഖിലാണ്ട കടാകടകത്തെ തന്റെ വായിൽ നിന്ന് വന്ന ശബ്ദം കൊണ്ട്, വാക്കുകൊണ്ട് നിർമ്മിക്കപ്പെട്ടുവെങ്കിൽ ആ യേശു സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. യേശു എന്ന നാമം ഒരത്ഭുതമാണ്. യേശു എന്ന നാമത്തിൽ രോഗികൾക്ക് സൗഖ്യമുണ്ട്. യേശു എന്ന നാമത്തിൽ സകലത്തിന് വിടുതലുണ്ട്. ആ അത്ഭുതവാനായ ദൈവം ഇവിടെ പേഴ്സണലായിട്ട് അവനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്താണ് ചെയ്തത്? അവനെ നാവിൽ തൊട്ടു. അവന്റെ നാവിൽ തൊട്ടു. അതുപോലെ തന്നെ എന്താണ് ചെയ്തത്? അവന്റെ ചെവിയിൽ വിരലിട്ടു. ഒരു വിശ്വാസിയും ശുശ്രൂഷകനും തമ്മിലുള്ള ബന്ധത്തിൽ വിശ്വാസികൾക്ക് ചില കാര്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ പാസ്റ്റർ, എൻ്റെ സഭാ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ആത്മിക ഭൗതിക നന്മകളെ ലക്ഷ്യമാക്കി എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാകുന്നു എന്ന് വിശ്വാസികൾക്ക് അറിയേണ്ടത് ആവശ്യമാണ്. ഒരു ദൈവദാസൻ, സഭാപരിപാലനം നടത്തുന്ന ഒരു പാസ്റ്റർ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ, വിശ്വാസികളുടെ ആത്മിക ഭൗതിക നന്മകൾക്കും അനുഗ്രഹത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് വേണ്ടി എപ്പോഴും സേവനത്തിന് വേണ്ടി തൽപരനായിരിക്കണം. അങ്ങനെയുള്ള സഭകളിലാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ, ദൈവത്തിന്റെ ദൈവീയ നാമമഹത്വത്തിന് വേണ്ടി അനേകർ കടന്നു വരുവാനിടയായിത്തീരുന്നത്. അങ്ങനെ കർത്താവ് ഇവിടെ ഒരു ഉദാഹരണമായി കാണിച്ചു തരികയാണ്. അവന് വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അവന്റെ നാവിൽ തൊട്ടു, അവന്റെ ചെവിയിൽ എന്താണ് ചെയ്തത്? അവന്റെ തുപ്പി, അതിനുശേഷം അവന്റെ നാവിൽ തൊട്ടു. മാത്രവുമല്ല, യേശുവിനെ പറയുകയാണ്, എന്താ പറയുന്നത്? സ്വർഗത്തിലേക്ക് നോക്കി അവനൊരു ഉപദേശം കൊടുക്കുകയാണ്. എന്താണ് ഉപദേശം? നീ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയായി തീരണം. ഇന്ന് അനേകര് എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കാൻ വരും, രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയുള്ളൂ. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നോർത്ത് ഇന്ത്യൻ വിശ്വാസികൾ കടന്നു വരുന്നത് വെറുതെ ഒരു അസുഖം വന്ന് ക്ലിനിക്കൽ ഡോക്ടറെ അടുത്ത് ചെല്ലുന്ന പോലെ ആ സഭയിൽ വരുന്നത്. കാരണം പാദ്രി സാബ്, എനിക്ക് സുഖമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കഴിഞ്ഞ് സൗഖ്യമായി കഴിഞ്ഞ പിന്നെ അടുത്ത അസുഖം വരുമ്പോഴായിരിക്കും ആ ആള് ചർച്ചിൽ വരുന്നത്. എന്നാൽ അങ്ങനെയുള്ളവരായിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരല്ല.
ദൈവത്തിന് വേണ്ടത് ദിനം പ്രതി ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ഒരു സംഭവമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. Prayer is the foundation of the Christian. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ കാര്യമാണ് എന്ത്? പ്രാർത്ഥന. ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കുറിച്ച് അവൻ ശക്തിശാലിയാണെന്നാ പറയുന്നത്. A prayerful man is a powerful man. A prayerful family is the powerful family. A prayerful church is a powerful church. Hallelujah. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്കും യേശുവുമായുള്ള ബന്ധത്തിനും മുൻഗണന അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനം, ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് യേശു ഒരു കാര്യം പറയുകയാണ്. തുറന്നു വരിക എന്ന അർത്ഥമുള്ള എഫാത്ത എന്ന് പറഞ്ഞു. എഫാത്ത എന്ന ആരാമ്യ വാക്കിന്റെ അർത്ഥം എന്താണ്? തുറന്നു വരിക. ഹല്ലേലൂയ. ക്ഷുധാലാഭ ശബ്ദലാഭ രവലക്ഷിക. ഇന്ന് ഈ ദേശത്തിന് വേണ്ടി ദൈവം തുറക്കപ്പെട്ട ചില വാതിലുകൾ ഉണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം ഈ സഭയ്ക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി വഴികളെ തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മുതൽ, ഇന്ന് രാവിലെ മുതൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ അവിടെ കടന്നു ചെന്ന ആ സ്ഥലത്തിന്റെ പേര് എന്താണ്? പട്ടങ്ങാനം അല്ലേ? പട്ടയങ്ങാനത്ത് ഒരു കോളനി ദൈവം ഈ സഭയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ലുദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ ചില വ്യക്തികളെ ദൈവം അവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ചില വഴികളെ ദൈവം തുറക്കുവാൻ പോവുകയാണ്. ഈ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചില വഴികളെ ദൈവം തുറന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലം എന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം ചില വഴികളെ തുറന്നിരിക്കുകയാണ്. എഫാത്ത എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അസാധ്യമെന്ന് കരുതുന്ന വിഷയങ്ങളുടെ മേല ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുകയാണ്. എഫാത്ത എന്ന വാക്കിന്റെ അർത്ഥം തുറക്കപ്പെടുന്നു. To be open. തുറന്നു വരിക, തുറക്കുകയാണ്. ഈ പ്രദേശത്തിന്റെ, ഈ ഗ്രാമത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം വഴികളെ തുറന്നിരിക്കുകയാണ്. അന്ധകാര ശാഖകളെ, അവയുടെ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ആത്മീക ശുശ്രൂഷകൾ നടക്കാതിരിപ്പാൻ, ആത്മീക ഉണർവ് നടക്കാതിരിക്കുവാൻ വേണ്ടി പിശാചിന്റേതായ സകലവിധ പോരുകളെയും, പിശാചിന്റേതായിരിക്കുന്ന സകല തന്ത്രങ്ങളെയും ബന്ധനങ്ങളും നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തകർക്കുകയാണ്. ഹല്ലേലൂയ. വരും ദിവസങ്ങളിൽ അതിവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനും കുടുംബത്തിനും ഈ സഭയ്ക്കും അത് അറിയുവാനിടയായിത്തീരും. വരും ദിവസങ്ങളിൽ ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവട്ടെ, ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ വേണ്ടി വിശ്വസിക്കുക. ദൈവം വഴികളെ തുറക്കുകയാണ്. ദൈവം വഴികളെ തുറക്കുകയാണ്. ദൈവം വഴികളെ തുറക്കുകയാണ്. വരും ദിവസങ്ങളിൽ ആ വഴികളിലൂടെ നാം സഞ്ചരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനിൽ കൂടി വളരെ അനുഗ്രഹിക്കപ്പെട്ട
ദൈവിക ആലോചനകൾ, ചിന്തകൾ, ദൂതുകൾ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നല്ലോ. ആമേൻ. സ്വതന്ത്രം നമ്മളെ ആമേൻ ദൈവസന്നിധിയിലൂടെ ചേർന്നിരിക്കുക, പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുക, വചന ധ്യാനത്തിന് സമയം വേർതിരിക്കുക. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകലെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനിടയായി തീർന്നല്ലോ. ആമേൻ. ഈ രാത്രിയിലും ആമേൻ സ്തോത്രം നമുക്ക് ദൈവകരങ്ങളിലേക്ക് വീണ്ടും നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ആമേൻ സ്തോത്രം. കർത്താവിന്റെ ദാസനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ധാരാളം വണക്കാം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്ത് കർത്താവേ, ഈ വൈകുന്നേര സമയം കർത്താവേ തിരുപാദപടത്തിലായിരുന്നുകൊണ്ട് അങ്ങയെ പാടി സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, തിരുവചനം ധ്യാനിപ്പാൻ ദൈവം തന്ന നല്ല സാവകാശനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവിന്റെ ദാസൻ വചന ശുശ്രൂഷ ദൈവാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കണം, സഹായിക്കണം. ശുശ്രൂഷ എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. എൻ്റെ കുടുംബത്തെ ശുശ്രൂഷകളെ എല്ലാം ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. കർത്താവെ കടന്നു വന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ സ്നേഹതീരം ഭാവിയിലെ കൂട്ടായ്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. കർത്താവിന്റെ ദാസൻ ശുചിപാസക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സഹപ്രവർത്തകരെ എല്ലാവർത്ത് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. കർത്താവെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, തന്റെ ശുശ്രൂഷകളെ മാനിക്കണം. കർത്താവെ ആലേരിയായി കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. കടന്നു വന്ന ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ എല്ലാ നന്മകളാലും നിറച്ചാട്ട് ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുമ്പോൾ ദൈവോട് കേൾക്കണമേ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന യാചനയും കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ആശീർവാദത്തിനായിട്ട് നമുക്ക് നല്ല വണക്കാം. പ്രൈസ് ലോർഡ്. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മളോട് നമ്മൾ വചനത്തോടും കേട്ട വചനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും പ്രത്യേക അലിയ സ്തോത്രം ഈ സ്നേഹതീരം ഭാവിയിലും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു നമുക്ക് ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വരണമേ.